ഞങ്ങൾ മണ്ണല്ല വാരി തിന്നണത്. അല്ലല്ല, ഞങ്ങളെ കുട്ടികളും മക്കളൊക്കെ അവിടെ ഇവിടെ പറക്കിലാണ് ഞങ്ങളിവിടെ വന്നു 16 സുഖത്താൻ വന്നിട്ട് ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ നേരം വരെ ഒന്ന് വന്ന് അന്വേഷിക്കുക. വോട്ട് ചോദിക്കാൻ വന്ന എൻ്റെ വളപ്പ് കാര്യം വന്നു പോയത്. വളപ്പൊന്നും ഇറങ്ങൂല്ല, ആരും വോട്ടിന് ഇറങ്ങൂല. എൻ്റെ മക്കളെ ആരും ഇറങ്ങൂല. ഭൂമിയാണ് അത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൊടുക്കണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആദ്യമൊത്തം. ഈ ഭരണഘടന എന്ന് പറയുന്നത്, ഈ ഭരണഘടന ചെറിയൊരു അംശമെങ്കിലും ഈ കളക്ടർ അംഗീകരിക്കേണ്ടതല്ലേ? ഇതൊക്കെ പഠിച്ചിട്ടാണ് കളക്ടർ ആണത് അല്ലേ? 2023 മെയ് മാസത്തിലാണ് നിലമ്പൂരിലെ 18ഓളം ആദിവാസി ഊരുകളിൽ നിന്നും 200ഓളം ആദിവാസി കുടുംബങ്ങൾ ജീവിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുന്നത്. ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട കൃഷിഭൂമി തിരികെ നൽകണമെന്ന 2009 സുപ്രീം കോടതി വിധി ഉയർത്തിപ്പിടിച്ചായിരുന്നു അവരുടെ സമരം. 2024 മാർച്ച് 18 മലപ്പുറം ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് 50 സെന്റ് ഭൂമി വെച്ച് നൽകാമെന്ന് ധാരണയായി. എന്നാൽ ഈ വാക്ക് പാലിക്കപ്പെട്ടില്ല. ഞങ്ങൾ മയത്താണോ കിടക്കണ, വെയിലത്താണോ കിടക്കണ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തിന്നാനുണ്ടോ കുടിക്കാനുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ അധികാരികളൊക്കെ വലിയ കോടീശ്വരന്മാരായത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ല വലിയ കോടീശ്വരന്മാരായത്. ഇന്നിക്ക് 16 ദിവസമായി. ഞങ്ങൾ കുട്ടികൾ സ്കൂളിൽ തുറന്ന് മഴയും വെള്ളമാണ്. ഇപ്പം ഇവിടത്തേക്ക് കിടക്കാം. ഞങ്ങൾ ഇക്കണ്ട ആൾക്കാർക്ക് മുഴുവൻ ഭക്ഷണം വേണം. ഞങ്ങൾ മണ്ണല്ല വാരി തിന്നണത്. ഞാൻ പറയാം, നല്ലവരെ കുറച്ച് നാട്ടുകാരുണ്ടാകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും സഹായം കിട്ടിയത്. അല്ലാതെ ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് കോടിക്കണക്കിന് ഉപ്പൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഭൂത്തരിപ്പിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ കളക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാതും പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരാളാണല്ലോ. ഈ ആൾ ഈ ജനങ്ങളുടെ മുമ്പ് ഈ പാവങ്ങളെ ഈ പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ഈ കളക്ടർമാരെയും മന്ത്രിമാരൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത്? പറഞ്ഞ വാക്കിന് ചെറിയൊരു വിലയെങ്കിലും വേണ്ടേ? തങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടില്ലെന്ന് മനസ്സിലാക്കിയ സമര നേതാവ് ബിന്ദു വൈലാശ്ശേരിയും മറ്റ് ആദിവാസി കുടുംബങ്ങളും സംഘടിച്ച് നിരാഹാര സമരം ആരംഭിച്ചു. 314 ദിവസങ്ങൾ നീണ്ട നിരാഹാരം ഒടുവിൽ കളക്ടർ വഴങ്ങി. 2024 ഡിസംബറിനുള്ളിൽ എല്ലാവർക്കും പട്ടയം നൽകാമെന്ന് ഉറപ്പു തന്നു. അതും ലംഘിക്കപ്പെട്ടു. 100ഓളം കുടുംബങ്ങൾക്ക് ഇതിനോടകം 40 സെന്റ് വെച്ച് ലഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാവർക്കും തരാൻ ഭൂമിയില്ലെന്നും അവർക്ക് ഭൂമി നൽകുന്നതിൽ പലരിൽ നിന്നായി എതിർപ്പ് ഉയർന്നിട്ടുണ്ട് എന്നുമാണ് അധികാരികളുടെ ഇപ്പോഴത്തെ മുട്ടാപ്പോക്ക്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ആദിവാസി സമൂഹം ഇവിടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് രാഷ്ട്രീയക്കാർക്ക് തോന്നും. അതങ്ങനെ വിടാൻ പറ്റില്ല. അവർക്ക് ഒരു 100 രൂപ അവർക്ക് വേണ്ടി ഭരണകൂടം സാങ്ഷൻ ചെയ്താൽ 7 രൂപയാണ് അവരെടുക്കുന്നത്. നമുക്കിപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ഇവർക്കും ഞങ്ങൾക്കൊക്കെ ഈ പട്ടാളക്കാരുടെ മുമ്പിൽ ഇതേ അവസ്ഥയിൽ വന്ന് ചേരുക. ഇതെന്താ ഇവർ മനസ്സിലാക്കാൻ? ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാണ്. വിറകില്ല, വെള്ളമില്ല, പിന്നെ കുളിക്കാൻ ബാത്റൂമില്ല, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഓരോ വ്യക്തികളായിട്ടും പിന്നെ സംഘടനാപരമായിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. തന്റെ സമൂഹത്തിനു വേണ്ടി 314 ദിവസം നിരാഹാരം കിടന്ന ബിന്ദു വൈലാശ്ശേരി എന്ന നേതാവ് ഇപ്പോഴും സമരത്തിന്റെ മുന്നണിയിൽ തന്നെയുണ്ട്, ഒരു തരിമ്പ് പോലും പതറാതെ. വാസ്തവത്തിൽ അവർ മരിക്കാൻ തയ്യാറാണ്. നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് നിന്നത്. പക്ഷെ അങ്ങനെ ഒരു ആദിവാസികൾക്ക് വേണ്ടി അത്തരം ഒരു നേതൃത്വം വളർന്നു വരാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ്റെ വില അവർക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മളത് മനസ്സിലാക്കി, അവരെ പറഞ്ഞ് മനസ്സിലാക്കി അന്നത്തെ കളക്ടറുടെ നിർദ്ദേശം അംഗീകരിപ്പിച്ചിട്ട് ആ വലിയൊരു സമരം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ടും ഇവിടെ വന്നിട്ട് കളക്ടർ പിന്നെയും പറഞ്ഞത് 2 മാസം 10 ദിവസം അവധി കൊടുക്കണം എന്നാണ്. ഒരു കൊല്ലത്തോളം വേനലും വറുത്തായിട്ട് ഞങ്ങൾ നിലപ്പിടി കിടന്ന ഞങ്ങൾക്ക് 2 മാസം 10 ദിവസം ഇവിടെ കിടക്കുന്നതിന് വലിയ ഇതൊന്നുമില്ല. അപ്പം 2 മാസം 10 ദിവസം കഴിഞ്ഞാലെങ്കിൽ ഒരു ഭൂമി തരുമല്ലോ ഞങ്ങൾക്ക്. ചൈനയും റഷ്യയൊക്കെ പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ്. ചൈനയിൽ റെഡ് ആർമി ജയിച്ച മേഖലയിൽ മുഴുവൻ അവർ അടിസ്ഥാനപരമായിട്ട് ആദ്യം ചെയ്യുന്ന എന്താണെന്ന്
ഭൂമി ജന്മിമാരിങ്ങനെ പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട ഭൂരഹിത ദരിദ്ര കർഷകന് കൊടുക്കുക ആദ്യ നടപടി. അപ്പം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടമ, ആദ്യത്തെ കടമ. ഒരു ഭരണം നമ്മളുടെ കയ്യിൽ വന്നാൽ ആദ്യത്തെ കടമ അതാണ്. എൻ്റെ വോട്ട് ആർക്കും കൊടുക്കില്ല. ഏത് പഠിച്ച തമ്പുരാൻ വന്നാലും പാടില്ല എൻ്റെ വോട്ട് ഞാൻ കൊടുക്കണ പരിപാടി തന്നെയല്ല. ഈ സ്ഥലം എന്ന പോലെ അളന്ന സ്ഥലം അന്ന് വോട്ട് ചെയ്യും, അത് അല്ലയുടെ തീരുമാനമല്ല. എന്നാലും ഞങ്ങൾ ഇവിടെ പൊരുതി നിൽക്കുന്നതാണ് പറയുന്നത്. ഒരു കൊല്ലത്തോളം ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് മുറവിളി ഇട്ടിട്ട് ഇവരിങ്ങനെ കാണിക്കണേ, ഞങ്ങൾ മരണം വരെ ഇവിടെ കിടക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.